ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷൻസോട് കൂടിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്താണ് ആരാഞ്ഞ് അറിയുക? എ. വിജ്ഞാന വചസ്സുകൾ, ബി. പൗരാണിക ജ്ഞാനം, സി. ഉപമകൾ, ഡി. ആപ്തവാക്യങ്ങൾ. ഉത്തരം ബി. പൗരാണിക ജ്ഞാനം. ചോദ്യം 2. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്തിലാണ് ഔത്സുക്യം പ്രദർശിപ്പിക്കുക? എ. പ്രവചനങ്ങളിൽ, ബി. ജ്ഞാനത്തിൽ, സി. പ്രബോധനങ്ങളിൽ, ഡി. ഉപമകളിൽ. ഉത്തരം എ. പ്രവചനങ്ങളിൽ. ചോദ്യം 3. പൂരിപ്പിക്കുക. അവൻ വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഡാഷ് സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും. എ. നിഗൂഢതകൾ, ബി. പ്രബോധനങ്ങൾ, സി. ഉപമകളുടെ പൊരുൾ, ഡി. ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം. ഉത്തരം സി. ഉപമകളുടെ പൊരുൾ. ചോദ്യം 4. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്ത് അന്വേഷിക്കാൻ വേണ്ടിയാണ് അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നത്? എ. വിജ്ഞാന വചസ്സുകൾ, ബി. സർവശക്തനായ കർത്താവിനെ, സി. സ്രഷ്ടാവായ കർത്താവിനെ, ഡി. അത്യുന്നതനായ ദൈവത്തെ. ഉത്തരം സി. സ്രഷ്ടാവായ കർത്താവിനെ. ചോദ്യം 5. ആരെപ്പോലെ താൻ പൂരിതനാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എ. സൂര്യനെ, ബി. പൂർണ്ണചന്ദ്രനെ, സി. നക്ഷത്രങ്ങളെ, ഡി. ഭൂമിയെ. ഉത്തരം ബി. പൂർണ്ണചന്ദ്രനെ. ചോദ്യം 6. വിശ്വസ്തന്മാരായ പുത്രന്മാർ എങ്ങനെയാണ് മുട്ടിടേണ്ടത്? എ. ലില്ലി പോലെ, ബി. സൂര്യകാന്തി പോലെ, സി. മാതളം പോലെ, ഡി. അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ. ഉത്തരം ഡി. അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ. ചോദ്യം 7. വിശ്വസ്തന്മാരായ പുത്രന്മാർ എങ്ങനെയാണ് സൗരഭ്യം പരത്തേണ്ടത്? എ. മീറ പോലെ, ബി. കുന്തിരിക്കം പോലെ, സി. ചന്ദനം പോലെ, ഡി. വയമ്പു പോലെ. ഉത്തരം ബി. കുന്തിരിക്കം പോലെ. ചോദ്യം 8. വിശ്വസ്തന്മാരായ പുത്രന്മാർ എപ്രകാരമാണ് പൂവണിയേണ്ടത്? എ. ലില്ലി പോലെ, ബി. പനിനീർ ചെടി പോലെ, സി. മുന്തിരിവള്ളി പോലെ, ഡി. മാതളം പോലെ. ഉത്തരം എ. ലില്ലി പോലെ. ചോദ്യം 9. കർത്താവിൻ്റെ പ്രവൃത്തികളെല്ലാം എപ്രകാരമുള്ളതാണെന്നാണ് പറയേണ്ടത്? എ. കാരുണ്യമുള്ളത്, ബി. അനുഗ്രഹമുള്ളത്, സി. അത്യുത്തമമാണ്, ഡി. അത്ഭുതകരമാണ്. ഉത്തരം സി. അത്യുത്തമമാണ്. ചോദ്യം 10. കർത്താവ് അരുളി ചെയ്തപ്പോൾ കുന്നുകൂടിയത് എന്ത്? എ. ജലം, ബി. സമ്പത്ത്, സി. മണൽ, ഡി. ധാന്യം. ഉത്തരം എ. ജലം. ചോദ്യം 11. കർത്താവ് കൽപ്പിച്ചപ്പോൾ ഉണ്ടായതെന്ത്? എ. ഭൂമി, ബി. ആകാശഗോളങ്ങൾ, സി. ജലാശയങ്ങൾ, ഡി. മരുഭൂമി. ഉത്തരം സി. ജലാശയങ്ങൾ. ചോദ്യം 12. കർത്താവിൻ്റെ എന്ത് പരിമിതമാക്കാനാണ് ആർക്കും സാധ്യമല്ലാത്തത്? എ. മഹത്വത്തെ, ബി. കാരുണ്യത്തെ, സി. രക്ഷാകര ശക്തിയെ, ഡി. അനുഗ്രഹത്തെ. ഉത്തരം സി. രക്ഷാകര ശക്തിയെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 13. വരണ്ട ഭൂമിയെ നദി എന്ന പോലെ ആവരണം ചെയ്യുന്നതെന്ത്? എ. കർത്താവിൻ്റെ അനുഗ്രഹം, ബി. കർത്താവിൻ്റെ കാരുണ്യം, സി. കർത്താവിൻ്റെ മഹത്വം, ഡി. കർത്താവിൻ്റെ രക്ഷാകര ശക്തി. ഉത്തരം എ.
കർത്താവിൻ്റെ അനുഗ്രഹം. ചോദ്യം 14. ജനതകൾ അവിടുത്തെ കോപത്തിന് ഇരയാകുന്നത് എപ്രകാരമാണ്? എ. വെള്ളപ്പൊക്കം പോലെ. ബി. ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ. സി. പ്രതിബന്ധങ്ങൾ നിറഞ്ഞ മാർഗം പോലെ. ഡി. മഹാമാരി പോലെ. ഉത്തരം ബി. ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ. ചോദ്യം 15. പ്രഭാഷകൻ 39-ാം അധ്യായം 26-ാം വാക്യം അനുസരിച്ച് മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങളിൽ പെടാത്തത് ഏത്? എ. ഗോതമ്പ്. ബി. വീഞ്ഞ്. സി. വായു. ഡി. എണ്ണ. ഉത്തരം സി. വായു. ചോദ്യം 16. സംഹാര മുഹൂർത്തത്തിൽ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കുന്നത് ആര്? എ. മഹാമാരി. ബി. ദൈവഭയമില്ലാത്തവനെ നശിപ്പിക്കാനുള്ള വാൾ. സി. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റ്. ഡി. അഗ്നിയും കന്മഴയും. ഉത്തരം സി. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റ്. ചോദ്യം 17. എപ്രകാരം ഉച്ചത്തിൽ ഗീതമാലപിച്ചാണ് കർത്താവിൻ്റെ നാമം വാഴ്ത്തേണ്ടത്? എ. പൂർണ്ണ ശക്തിയോടെ. ബി. പൂർണ്ണ ആത്മാവോടെ. സി. പൂർണ്ണ ഹൃദയത്തോടെ. ഡി. സർവശക്തിയോടെ. ഉത്തരം സി. പൂർണ്ണ ഹൃദയത്തോടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി. നമസ്കാരം.